ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ദൈവവചനത്തിലേക്ക് കണ്ണുകളോടിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒരാൾക്ക് ഈ പകൽക്കാലം ശബ്ദമുയർത്തി വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 13, 14, 15. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 13, 14, 15 വാക്യം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു മനുഷ്യായുസ്സിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. എന്നാൽ സകലതും നഷ്ടപ്പെട്ടിട്ടും എല്ലാവരും ഒരുപോലെ തള്ളിക്കളഞ്ഞിട്ടും ഇയ്യോബ് തന്നെ കുറ്റം പറഞ്ഞ, തന്നെ പരിഹസിച്ച, തന്നെ ദൈവത്തിൽ നിന്ന് അകത്താൻ ശ്രമിച്ച തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിങ്ങനെയാ: ഇവരുടെ ഹൃദയ കണ്ണൊന്ന് തുറക്കണമേ, നിന്റെ മഹത്വമൊന്ന് കാണേണ്ടതിന്. സ്തോത്രം. നോക്ക്, തനിക്കുണ്ടായിരുന്നത് മുഴുവനും ഇരുട്ടി വെളുക്കുന്നത് പോലെ നഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ പ്രാണന് തുല്യം താൻ സ്നേഹിച്ച തൻ്റെ ഭാര്യ പോലും തന്നെ വെറുത്ത്, എന്നിട്ട് തന്നോട് പറഞ്ഞ്, നിന്റെ ഭക്തി നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചുകള മനുഷ്യ എന്ന് പറഞ്ഞ് ഇയ്യോബിനെ തള്ളുമ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പുലമ്പുന്നത്? നാം ഇക്കാലം ഇത്രയും ജീവിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം അനുഭവിച്ച നന്മ മുഴുവനും ദൈവം തന്ന ദാനമാണ്. അത് അവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് തൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് താൻ ദൈവസ്ഥനിൽ പറയുമ്പോൾ, സ്തോത്രം, പരിഹസിക്കാൻ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ ദാസൻ്റെ കൃഷ്ണമണിക്ക് തൊടുന്നവന് തന്നെ തൊടുന്നുവെന്ന് വചനം പറയുന്നത് പോലെ ഇയ്യോബിന് നേരെ വിരലിച്ചൂണ്ടിയവർക്ക് വേണ്ടി അനുഗ്രഹത്തെ സ്വർഗത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാൻ ഇയ്യോബ് തയ്യാറായത്. ഇയ്യോബിനൊരു വിശ്വാസമുണ്ട്. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവം കല്ലും മുള്ളും മരവും ഒന്നുമല്ല, കേൾപ്പാൻ കാതില്ലാത്തവനല്ല, കാണുവാൻ കണ്ണില്ലാത്തവനല്ല, സംസാരിപ്പാൻ നാവില്ലാത്തവനല്ല. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി ഇന്നയോളം പരിപാലിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയും അവൻ കരുതുവാൻ ശക്തനാ എന്ന് പറഞ്ഞ് തൻ്റെ സഹോദരങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സ്ഥിതിക്ക് മാറ്റം വന്നത് മാത്രമല്ല, ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്നോട് പറയട്ടെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയാതെ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് ഇയ്യോബ് പറഞ്ഞതുപോലെ പറയണം, എന്തെല്ലാം വന്നാലും അവൻ്റെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യും. സ്തോത്രം. അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പകൽക്കാലം നിന്റെ അകത്തെ വിശ്വാസം അതായിരിക്കണം. അപ്പൻ മറന്നാലും അമ്മ മറന്നാലും കൂടെ പിറപ്പുകൾ തള്ളിക്കളഞ്ഞാലും എന്നെ കരുതാമെന്ന് പറഞ്ഞ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം ഉള്ളിടത്തോളം കാലം ഞാൻ അവനായി ജീവിക്കും. എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആറ് യാത്ര ചെയ്തിട്ടുണ്ടോ? അവരാരും വഴിയിൽ പട്ടുപോയിട്ടില്ല. സ്തോത്രം. അവരാരും ക്ഷീണിച്ച് തളർന്നിട്ടില്ല. ഈ യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 28-ാം വാക്യം വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. നിനക്ക്
നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. എൻ്റെ ദൈവത്തിന് മാറ്റമില്ല. എൻ്റെ ദൈവത്തിൻ്റെ രൂപത്തിന് മാറ്റമില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. എൻ്റെ ദൈവം പറയുന്നത് മാറി പറയത്തില്ല. സ്വത്രം. മനുഷ്യരെല്ലാം മാറും. സ്വത്രം. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രവൃത്തി അവർ തികച്ചെടുക്കാൻ ശ്രമിക്കും. എന്നാൽ എൻ്റെ കർത്താവ് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അണുകിട വ്യത്യാസം വരുവാൻ ദൈവം ഇടയാക്കത്തില്ല. കാരണം കർത്താവ് ആദ്യം പറഞ്ഞ ഇങ്ങനെയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. ഇന്നുവരെയും കർത്താവ് നിൻ്റെ കൂടെ നിന്നത് കൊണ്ടാ കുഞ്ഞെ നീ നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിൻ്റെ എല്ലാ വഴികളിലും ഞാൻ എൻ്റെ ദൂതഗണത്തെ കൊണ്ട് നിന്നെ കാത്തു പരിപാലിക്കും. കുഞ്ഞെ, നീ വീഴാതെ നിന്നത് ദൈവത്തിൻ്റെ കൃപയാല. നീ പോയ ജോലി മേഖലയിൽ, നീയായിരുന്ന ഭവനാന്തരീക്ഷത്തിൽ, നിൻ്റെ ജീവിതയാത്രയിൽ പലരും വഴിയിൽ വീണപ്പോൾ നീ വീഴാതെ ഇരുന്നത് ദൂതന്മാർ നിന്നെ കാത്തതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം വ്യക്തമായി വിശ്വസിക്ക്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. ആ ദൈവം നിന്നെ വഴിയിലിട്ടച്ച് പോകത്തില്ല. മനുഷ്യരെല്ലാം വഴിയിൽ തള്ളിക്കളയും. സ്വത്രം. മനുഷ്യരെല്ലാം നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് കടന്നു പോകും. നീ വീണ് കിടന്നാൽ നിന്നെ താങ്ങിയെടുക്കുവാൻ അവരാരും വരത്തില്ല. എന്നാൽ കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിച്ച് നീ ഒന്ന് നിന്ന് നോക്ക്. എവിടെ വീണാലും നിലം പരിചാകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിന്നെ അവൻ കരം താങ്ങി ഉയർത്തും. നിന്നെ ഉയർത്തുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരും നിന്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. സ്തോത്രം. ലോകത്തിൽ എന്തെല്ലാം പാപ വഴിയിലൂടെ യാത്ര ചെയ്താലും നിന്നെ ചോദ്യം ചെയ്യുവാൻ ആരും വരത്തില്ല. പക്ഷേ അതെല്ലാം വിട്ടുതിരിഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവും സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാൻ നീ ശ്രമിക്കുമ്പോൾ നിന്നെ കുറ്റം പറയാനും നിന്നെ പരിഹസിക്കുവാനും നിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുവാനും നിന്റെ കുടുംബക്കാർ ഉൾപ്പെടെ കാണും. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ ശത്രുക്കൾക്ക് മുമ്പിൽ ഞാൻ മേശയൊരുക്കും. നിന്റെ തലയെ കുനിപ്പിച്ചവരുടെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്തും. നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ് ശത്രുവിന് മുമ്പിൽ ഞാൻ നിനക്ക് വേണ്ടി മേശയൊരുക്കും. ഇത്ര നല്ല വാക്തത്വം തന്ന് കരം പിടിച്ചെന്നോളം നടത്തിക്കൊണ്ടുവന്നെങ്കിൽ നിന്നോട് ചെയ്ത വാക്തത്വം മാറുവാൻ അവനൊരു മനുഷ്യനല്ല. അവൻ പറഞ്ഞത് അതുപോലെ നിവർത്തിക്കും. ആരൊക്കെ നിനക്കെതിരെ വാട കോരിയാലും ആരൊക്കെ നിന്നെതിരെ കുറ്റം പറഞ്ഞാലും എൻ്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചിരുന്ന കാലം ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടും. സ്വത്രം. ഇവിടെ പറയുകയാണ്, നീ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവമാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. സ്വത്രം. യേശു കർത്താവ് ഒരു വ്യക്തിയെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചാൽ അവൻ മടങ്ങിപ്പോകുന്നത് നിരാശയോടെ ആയിരിക്കത്തില്ല. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി ആവശ്യഭാരത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും കണ്ണുനീരോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നിൻ്റെ ജീവിതത്തിൽ കഷ്ടവും കണ്ണുനീരും കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു പറഞ്ഞത് അതേ അളവിൽ വിശ്വസിക്കുവാൻ നീ തയ്യാറാകുന്നില്ല. സ്തോത്രം. കാരണം നീ യേശുവിൻ്റെ അടുക്ക് നിൽക്കുമ്പോഴും ഇടത്തോട്ടും വലത്തോട്ടുമാണ് നോക്കുന്നത്. സ്തോത്രം. നോക്ക്, യേശു കർത്താവ് പടകിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. പടകിൻ്റെ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ പടകിനകത്ത് ഉണർന്നിരിക്കുന്ന പത്രോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ കാറ്റും കടലും കണ്ടിട്ട് ഭയപ്പെടുകയാണ്. സ്തോത്രം. യേശു കർത്താവിനെ തട്ടി ഉണർത്തിട്ട് പറയാ, യേശുവേ, നാം നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. നോക്ക്, യേശു കർത്താവ് കാറ്റും കടലും തിരമാലയും ആ പടകിനെ ആട്ടി ഉലയ്ക്കുമ്പോഴും ഒന്നും അറിയാത്തവനെ പോലെ ആ പടകിനകത്ത് കിടന്നുറങ്ങുന്നെങ്കിൽ സ്തോത്രം, ഇന്ന് പകൽക്കാലം നാം ഒന്ന് ചിന്തിക്കണം. യേശു അറിയാതെയല്ല കടലിളകുന്നതും കാറ്റടിക്കുന്നതും. സ്തോത്രം. അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷന്മാരും കാറ്റിനെ തൻ്റെ ദൂതന്മാരുമാക്കുന്ന കർത്താവ് അമരത്ത് കിടന്നുറങ്ങുമ്പോൾ ആ കാറ്റിനൊരു സന്തോഷം. തങ്ങളുടെ സൃഷ്ടിതാവ് ഇതാ തങ്ങളുടെ വിരിമാറിൽ അവൻ ഉറങ്ങട്ടെ. കാറ്റ് നന്നായി തലോടി. സ്വത്രം. ആ പടക് ഓളത്തിൽ ഇങ്ങനെ ആടുവാൻ തുടങ്ങി. കാരണം നമുക്കറിയാം, നമ്മുടെ അമ്മമാർ സ്വത്രം കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് തൊട്ടിക്കകത്തെടുത്തിട്ടിട്ട് സ്തോത്രം നന്നായി ആട്ടും. നന്നായി ആട്ടിയിട്ട് നന്നായി പാടും. സ്തോത്രം. ഇവിടെ പാട്ടില്ല, തിരമാലയുടെ ഹുങ്കാര ശബ്ദം. സ്തോത്രം. അത് കേട്ട് സുഖമായി ആ പടകിൻ്റെ ആമരത്ത് കിടന്നുറങ്ങ കർത്താവ്. പക്ഷേ പടകിനകത്തിരിക്കുന്നവരോ സ്വത്രം
സ്തോത്രം. കാറ്റും തിരമാലയും കണ്ട് പേടിച്ചു. കർത്താവിനറിയാം ഇവരുടെ മനസ്സെന്താണെന്ന്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവപ്പതിലെ നീ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും എന്താണെന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. നന്മയാണ് നീ ചിന്തിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തിന്മ വരികയില്ല. തിന്മയാണ് ചിന്തിക്കുന്നതിൽ നന്മ പ്രാപിക്കാനും കഴിയത്തില്ല. സ്തോത്രം. എൻ്റെ കർത്താവ് മുഖം നോക്കുന്നവനല്ല, എൻ്റെ കർത്താവ് കുടുംബം നോക്കുന്നവനല്ല, എൻ്റെ കർത്താവ് നിറം നോക്കുന്നവനല്ല, എൻ്റെ കർത്താവ് പണം നോക്കുന്നവനല്ല. എൻ്റെ കർത്താവ് നിൻ്റെ ഹൃദയത്തെ നോക്കുന്നവനാ. നിൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കുന്നുവോ അത് പ്രകാരമാണ് കർത്താവ് നിന്നെ നിറയ്ക്കുന്നത്. ഈ പകൽക്കാലം നിറവിൻ്റെ ദൈവത്തെയാ നീ ആരാധിക്കുന്നത്, കുറയ്ക്കുന്ന ദൈവത്തെ അല്ല. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കർത്താവ് നിൻ്റെ കുറവ് കണ്ടിട്ട് നിന്നെ ഇട്ടേച്ച് പോകത്തില്ല, നിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് നിന്നെ തള്ളിക്കളയത്തില്ല. ഈ പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറ, കർത്താവ് നീ മാത്രം മതി. നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നെങ്കിൽ ഞാൻ വഴിയിൽ വീണ് പോകുവാൻ ഇടവരത്തില്ല. എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുക. സ്വത്രം. കർത്താവ് പറയാ, കുഞ്ഞേ നീ എന്തിനാ ഭയപ്പെടുന്നത്? സ്വത്രം. നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ഭൂമിയുടെ അറുതികളെ ഉരുവാക്കിയവനാ. സ്തോത്രം. ഞാൻ സകലത്തെയും നിനക്ക് വേണ്ടി സൃഷ്ടിച്ചവനാ. സ്തോത്രം. എൻ്റെ ബുദ്ധി നീ കണക്ക് കൂട്ടുന്നിടത്തല്ല, നീ പറയുന്നിടത്തല്ല. എൻ്റെ പ്രവൃത്തി നീ കാണുന്ന കാഴ്ചപ്പാടിലല്ല, അതിനൊക്കെ അപ്പുറത്താ. അതുകൊണ്ട് ലോകത്തിലെ മനുഷ്യൻ പറയുന്നത് കേട്ടിട്ടല്ല നീ എൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടത്. മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടിട്ടല്ല നീ എന്നെ അളക്കേണ്ടത്. പിന്നെയോ ഞാൻ ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ട് നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നീ എൻ്റെ അടുക്കലേക്ക് വാ. ഞാൻ നിന്നെ ഉയർത്തി മാനിക്കും. സ്തോത്രം. ലോകത്തിൽ നീ തളർന്നു പോകുവാൻ, ലോകത്തിൽ നീ തകർന്നു പോകുവാൻ, ലോകത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുവാൻ, ലോകത്തിൽ നീ എല്ലാവരുടെ മുമ്പിൽ തല കുനിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ കഴുകനെ കണ്ടിട്ടുണ്ടോ? ആ കഴുകൻ വാനവരവിൽ ശക്തിയോടെ പറന്നുയരാറുണ്ട്. പക്ഷേ ആ കഴുകൻ പറന്നുയരുന്ന് കുറേ കാലം കഴിയുമ്പോൾ അതിന് പ്രായമാകും, വാർദ്ധക്യം വരും, അതോടെ അതിൻ്റെ ശേഷി നഷ്ടപ്പെടും. പക്ഷേ അത് ആ തളർച്ചയിൽ അത് തന്നെ സ്വയം ഒതുക്കാൻ ആഗ്രഹിക്കാതെ വീണ്ടും ശക്തിയോടെ പറന്നുയരേണ്ടതിന് സ്തോത്രം തൻ്റെ പഴയ തൂവലുകളെ കൊത്തിപ്പറിച്ച് കളഞ്ഞിട്ട് പാറയുടെ പിളർപ്പിലിരുന്നു കൊണ്ട് അവൻ ദൈവത്തോട് നിലവിളിക്കും. ഈ നല്ല പകൽക്കാലം പറയട്ടെ, നീ ക്ഷീണിക്കുമ്പോൾ, നീ തളരുമ്പോൾ, നീ ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ നീ നിരാശപ്പെടാതെ നിന്നെ ശക്തനാക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. എന്നിട്ട് പറയണം, കർത്താവേ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു, എല്ലാ മേഖലയിലും എനിക്ക് ശത്രുക്കൾ അധികമായി വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണ്ടു? നിന്റെ ബലം എൻ്റെ മേൽ പകരുവാൻ അങ്ങേക്ക് മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞ് കഴുകൻ കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിപ്പാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, നീ വാനവരവിലേക്ക് വീണ്ടും ഉയരും. സ്തോത്രം. അത് സാധാരണ ഉയർച്ചയായിരിക്കത്തില്ല. സ്തോത്രം. മുൻകാലങ്ങളിൽ ഉയർന്നതിനേക്കാൾ, സ്തോത്രം, മുൻകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടതിനേക്കാൾ, മുൻകാലങ്ങളിൽ നീ കണ്ടതിനേക്കാൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തി മാനിപ്പാൻ ശക്തനാ. ആ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം. സ്തോത്രം. യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ പലതും നിനക്ക് അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് നീ കടന്നു പോയത്. സ്തോത്രം. അപ്പോഴൊക്കെ ലോകം പറഞ്ഞു തീർന്നു പോയടാ അവൾ തീർന്നു പോയി, ഇനി അവളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവത്തില്ല, അവൻ്റെ തലമുറ ഇനി ഉയർത്തപ്പെടത്തില്ല, കാരണം അവനെ കൊണ്ടൊന്നും ഇനി കഴിയത്തില്ല. സ്വത്രം. ലോകം നിന്നെക്കുറിച്ച് അതേ പറയത്തുള്ളൂ. കാരണം നീ ആർക്കും ശത്രുവല്ല, നീ ആർക്കും ശത്രുവല്ല. അതുകൊണ്ടാണ് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്. കാരണം നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാ. സകലത്തിൻ്റെ ഉടമയായ ക്രിസ്തുവാ. ആ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയിക്കുമെന്ന് അവർക്കറിയാം. സ്തോത്രം. നീ ജയിക്കുമെന്ന് പിശാചിനറിയാം. തോറ്റുകടന്ന നിന്നെ കൈപിടിച്ചുയർത്തി ഇവിടുത്തോളം കൊണ്ടുവന്നെങ്കിൽ ഇനിയും അധികം നിന്നെ ഉയർത്തുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും പിശാചിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിന്നെ ഏത് സാഹചര്യത്തിലും തകർത്ത് കളയുവാൻ, തളർത്തിക്കളയുവാൻ അവൻ വാത് കെട്ടി എഴുന്നേറ്റ് വരും. കർത്താവ് പറയുക,
ഇല്ല കുഞ്ഞെ, ഒരനർത്ഥവും നിനക്ക് വരാതെ കത്ത് പരിപാലിപ്പാൻ ഞാൻ ശക്തനാകയാൽ നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. സ്തോത്രം. യെശയ്യാ 41:10-11 പറയുന്നു, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. എന്തുകൊണ്ട്? ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. സ്തോത്രം. യഹോവയായ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടണ്ട. സ്തോത്രം. ഒരു ആൻറ്റി ഇങ്ങനെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ചർച്ചിൽ വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞ്, എൻ്റെ പൊന്നു പാസ്റ്ററെ, എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ചായം കിടക്കുന്നിടത്ത് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, അവരെന്നെ അവിടെ കിടത്തത്തില്ല. സ്വത്രം സ്വത്രം. അച്ചായൻ എവിടെ ആൻറ്റി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതാ പള്ളിപ്പറമ്പിലെ ആ ശവക്കോട്ടയുടെ കിഴക്കേ അറ്റത്താ. സ്വത്രം. അപ്പം നീ എവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്, ശവക്കോട്ടയ്ക്കകത്ത് പള്ളിപ്പറമ്പിൽ കിടക്കാനാ. ഞാൻ ആൻറ്റിയോട് ഇങ്ങനെ മാത്രം പറഞ്ഞു, ആൻറ്റി എപ്പോൾ ചാകുമെന്നോ ആൻറ്റി ആരടക്കുമെന്നോ എവിടെ അടക്കുമെന്നോ ആൻറ്റിക്കറിയത്തില്ല, പിന്നെ അവിടെ കിടക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. സ്വത്രം. നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന ഇതാണ്. സ്വത്രം. 5 അച്ഛന്മാരും 10 അച്ഛന്മാരും പ്രാർത്ഥിച്ചാലും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നീ കർത്താവിൽ വിശ്വസിച്ചില്ല, നീ നിന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കണി കാണത്തില്ല. സ്വത്രം. ആരടക്കിയാലും. സ്വത്രം. നോക്ക്, വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിച്ചാൽ അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, സ്വത്രം, ജീവിച്ചിരിക്കുമ്പോൾ സ്തോത്രം നീ നന്മ ചെയ്താൽ നിത്യതയിൽ നിനക്കൊരു പ്രതിഫലമുണ്ടാകും. ജീവിച്ചിരിക്കുമ്പോൾ വചനമനുസരിച്ച് അത് പ്രകാരം ജീവിച്ചാൽ ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കും. അല്ലാതെ ചത്തതിന് ശേഷം വായിക്കൊണ്ടിച്ച് നോക്കാൻ അരിയും വാരി വെച്ചു കൊടുത്തിട്ട് സ്വത്രം ആമേൻ പറഞ്ഞതിന് സ്വർഗത്ത് കയറ്റി വിടാമെന്ന് വെച്ചാൽ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. സ്വത്രം. 10 ഉപദേശിമാർ അപ്പുറം ഇപ്പുറം നിന്ന് നിന്നെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കയറ്റാമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കണി കാണാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം. നീ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച്, ദൈവിക കൽപ്പന അനുസരിച്ച് അത് പ്രകാരം ജീവിച്ചാൽ നീ മരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ ചെന്ന് ചേരും. സ്വത്രം. ഒരു ചിന്തയും കൂടെ വരുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന സ്വത്രം പോളച്ചായൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് സ്വത്രം ഷിബിച്ചായനും അതുപോലെ സഹോദരങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് സ്വർഗത്തിന് ഓഹരിക്കാരനാക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, എടാ നീ എന്തിനാ ഈ പൊട്ടത്തരം പറയുന്നത്? അങ്ങനെ ഒരു കാര്യമേ നടക്കത്തില്ല. അവൻ ജീവിച്ചിരുന്ന് എൻ്റെ പ്രതിഫലം കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്. സ്വത്രം. അവൻ എൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഞാൻ അവന് പ്രതിഫലം കൊടുക്കും. സ്വത്രം. ഇവിടെ കടന്ന് എത്ര കുമ്മാളം നടത്തിയാലും, എത്ര വലിയ കൊയറ് നടത്തിയാലും, എത്ര വലിയ പുരോഹിതന്മാർ വന്ന് നിന്നെ പ്രാർത്ഥിച്ചങ്ങ് സ്വർഗത്തിൽ കയറ്റിവിടാം. 7-ാം ദിവസം 14-ാം ദിവസം 40-ാം ദിവസം ഒക്കെ ദിവസങ്ങൾ മാറ്റിവെച്ചിട്ട് നിന്നെ സ്വർഗത്തിൽ വിടാൻ ശ്രമിച്ചാലും നീയും അറിയത്തില്ല, സ്വർഗവും നിന്നെ അറിയത്തില്ല. നിന്റെ കാശ് പോകുക അല്ലാതെ ഒരിക്കലും നിന്നെ സ്വർഗത്താർക്കും കയറ്റി വിടാനും പറ്റത്തില്ല. സ്വത്രം. ഒന്ന് മനസ്സിലാക്കണേ, ജീവിച്ചിരിക്കുമ്പോൾ, നിന്റെ ശരീരത്തിലിരിക്കുമ്പോൾ നീ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ, നിന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വമായി നീ പ്രവർത്തിച്ചാൽ, ദൈവ ഇഷ്ടം ചെയ്താൽ നീ നിത്യരാജ്യത്തിൽ ചെന്ന് ചേരും. ഇല്ല എങ്കിൽ ആര് വിചാരിച്ചാലും നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ല. തിരിച്ചറിഞ്ഞിട്ട് നീ തന്നെ നിന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക, നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. സ്വത്രം. എന്താ യെശയ്യാ 41:10-11 പറയുന്നു? വായിക്കാമെങ്കിൽ വായിക്കുക. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ലോകം തരുന്ന ശക്തിയല്ല ദൈവം തരുന്ന ശക്തി. ലോകം തരുന്ന ശക്തിയെ കൊണ്ടല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തീർന്നു പോകും. സ്വത്രം. എൻ്റെ മോനെ ഈ ജിമ്മിൽ പോകുമ്പം ഒരു വലിയൊരു ടപ്പിക്കകത്ത് മസിലൊക്കെ വെക്കാനും ആരോഗ്യം വെക്കാനും വേണ്ടി സ്വത്രം ഒരു മരുന്ന്, അതിൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല, പ്രോട്ടീൻ പൗഡർ എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്വത്രം. ഞാനൊരു ദിവസം ഇത് ഇവനിങ്ങനെ തിന്നുന്ന കണ്ടപ്പോൾ ഞാൻ പറയടാ പൊന്നു മോനെ, സ്വത്രം, ഇതൊന്നും തിന്നാലും നീ ആഗ്രഹിക്കുന്ന ബലവും ആരോഗ്യവും ഒന്നും കാണത്തില്ല, അത് ദൈവം തരണം. സ്വത്രം. ഈ അല്പം കൊണ്ട് കിട്ടുന്നത് അല്പം കഴിയുമ്പോൾ അങ്ങ് പോകും. സ്വത്രം. അധികം തരുന്ന ദൈവത്തിൻ്റെ കരത്തിലൊന്ന് കൊടുത്തു നോക്ക്, എന്നും ആ ആരോഗ്യം നിലനിൽക്കും. നിൻ്റെ ബുദ്ധിക്കും നിൻ്റെ ശക്തിക്കും നിൻ്റെ കഴിവിനും അപ്പുറത്താ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് വ്യക്തമായി
വ്യക്തമായി പറയട്ടെ, സർവശക്തൻ ബലം നിന്നിൽ പകർന്നാലുണ്ടല്ലോ, ആ ബലത്തെ കെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്തോത്രം. അവൻ്റെ ശക്തിയുണ്ടല്ലോ കീഴ്മേൽ, ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളതാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ബാലനായ ദാവീദ് സ്തോത്രം തൻ്റെ ആടിനെ പിടിച്ചുകൊണ്ട് പോകുവാൻ കരടി വന്നപ്പോൾ, സ്തോത്രം, സിംഹം വന്നപ്പോൾ, സ്തോത്രം, അതുപോലെ തന്നെ ചെന്നായി വന്നപ്പോൾ അതിനെ തൻ്റെ കൈയും കൊണ്ട് പിടിച്ചു കീറിയിട്ട് ദാവീദ് പറയുക അതെൻ്റെ ദൈവത്തിൻ്റെ ബലമാണെന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല, നീ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയാല. അതുകൊണ്ട് ആ മഹത്വം ദൈവത്തിന് കൊടുത്താൽ ലോകത്തിന് മുമ്പിൽ ഒരു പരസ്യ കൊലമാകുവാൻ ദൈവം നിന്നെ വിടത്തില്ലെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. എൻ്റെ കർത്താവ് ആർക്കും കടക്കാറില്ല. സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം സ്തോത്രം 11-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. സ്തോത്രം. ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. അങ്ങനെയാണെങ്കിൽ മറ്റാരിലും വിശ്വസിക്കരുതെന്ന, മറ്റൊന്നിലും വിശ്വസിക്കരുതെന്ന. പക്ഷേ നമ്മളോ, സ്വത്രം, ഒരാളിങ്ങനെ പറഞ്ഞു താൻ പാതി ദൈവം പാതി. സ്വത്രം. ഞാനിങ്ങനെ പറഞ്ഞു, സ്വത്രം, താൻ പാതിയല്ല, താൻ മൊത്തമാ, ദൈവം മൊത്തമാ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ അടുക്കൽ ഞങ്ങൾ പോയി. സ്വത്രം. ആ ഡോക്ടർ ഒന്നാന്തരം ക്രിസ്ത്യാനിയാ. സ്വത്രം. ആ ഡോക്ടർ സ്വത്രം എല്ലാ സുവിശേഷ പ്രസംഗങ്ങളും കേൾക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മെസ്സേജ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി, എങ്കിലും ഞാൻ വീട്ടിലിരുന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, ഡോക്ടർക്ക് തെറ്റി ഡോക്ടറെ, ഡോക്ടർ പാതിയല്ല. സ്വത്രം. ഡോക്ടർ തന്നെയാ. സ്വത്രം. മൊത്തമാ. പക്ഷേ ദൈവം മൊത്തമാ. അതുകൊണ്ട് പകുതിക്ക് വേണ്ടി കർത്താവ് വരത്തില്ല, കർത്താവ് മൊത്തത്തിന് വേണ്ടി വരത്തുള്ളൂ. സ്വത്രം. പകുതി കൊടുത്തിട്ട് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അത് വാങ്ങാൻ വരുന്നവനല്ല കർത്താവ്, മൊത്തത്തിൽ കൊടുക്കുന്ന വാങ്ങാൻ വരുന്നവനാ കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, നിന്നെ കർത്താവ് 2 കാലും 2 കൈയും ഓടലും മാത്രം തന്നാണോ ഇവിടെ ആക്കിയത്? സ്വത്രം. പോട്ടെ, ഉടലിന് മേലോട്ട് മാത്രം തന്നാണോ ആക്കിയത്? അപ്പോൾ പകുതി അല്ലല്ലോ, മൊത്തമല്ലേ? സ്വത്രം. പിന്നെന്തിനാ നീ പറഞ്ഞ പകുതിയാന്ന്? സ്വത്രം. ഇനി ചോറ് തന്നിട്ട് കറി തന്നില്ലെങ്കിൽ നമ്മൾ ആ പച്ചച്ചോറ് വാരി തിന്നുമോ? സ്വത്രം. പിന്നെ എവിടെ ഈ പകുതി വന്നത്? പിശാച് കൊണ്ടുവന്നതാ. ഏത് കാര്യത്തിലും നീ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നിന്റെ മനസ്സിനകത്ത് കടന്നുകൂടിയിട്ട് പിശാച് പറഞ്ഞതാ നീ പകുതിയാന്ന്. അപ്പോഴേ ഒരാൾ പറഞ്ഞു കേട്ടോ, സ്വത്രം, അതുകൊണ്ടല്ലയോ സ്വത്രം ആദം പകുതിയായിട്ടല്ലോ അവയെ കൊടുത്തതെന്ന്. സ്വത്രം. ആര് പറഞ്ഞ്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ അരയ്ക്ക് താഴെ സ്വത്രം അല്ല, വേണ്ട, സ്വത്രം, ഇതിനിപ്പുറത്ത് പെണ്ണും ഇതിനിപ്പുറത്ത് ആണും ആവുമായിരുന്നു. സ്വത്രം. അങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത്? പെണ്ണിനെ പെണ്ണായിട്ടും ആണിനെ ആണായിട്ട് സൃഷ്ടിച്ചു. അല്ലാതെ സൃഷ്ടിച്ചതിന് പെങ്കോന്തനെന്നാണ് പറയുന്നത്. എന്ന് പറയാം, ആണും പെണ്ണും കെട്ടവന് കഴിവില്ലാത്തവൻ. ഒരു അല്ലേലിയ പറയെങ്കിൽ പറഞ്ഞേ. സ്വത്രം. എൻ്റെ ദൈവം നിന്നെ ഭൂമിയിൽ ഉരുവാക്കിയത് പൂർണ്ണതയോടെയാ, ഒരു കുറവും തന്നില്ല. പിന്നെ കുറവ് ഉണ്ടായി, എങ്ങനെ നീ ഉണ്ടാക്കി? സ്വത്രം. ആവശ്യത്തിന് സ്വത്രം ദൈവം നമ്മുടെ കാതിലും കഴുത്തിലും ഒക്കെ ഓട്ട തന്നിട്ടുണ്ട്. സ്വത്രം. പക്ഷെ നമ്മൾ പിന്നെ ഓട്ട ഇട്ടില്ലയോ? അതാർക്കിഷ്ടമല്ലെന്നറിയാമോ? ദൈവത്തിന് ഇഷ്ടമല്ല. ഈ കാത് കിഴിച്ച് കാതിനകത്ത് കമ്മലിട്ട ഈ കൈ കിടത്തേക്കകത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? സ്വത്രം. കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കിഴിച്ചിട്ടൊക്കെ സാധനം പറിച്ചുകൊണ്ട് വന്ന ആൾക്കാർ വരും. സ്വത്രം. അത് കാരണം നടന്നു പോകുമ്പോൾ പേടിയാ. സ്വത്രം. ഒരു 5 പവൻ കൂടുതൽ കഴുത്തേ കിടന്ന ഒരു ടെൻഷനാ. സ്വത്രം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞ്, മോനെ, അഴിഞ്ഞു പോകുന്ന വെള്ളിയും പൊന്നും കൊണ്ടല്ല ഞാൻ നിന്നെ ഉരുവാക്കിയത്, നിഷ്കളങ്കവും നിർദോഷവുമായ പുണ്യാഹ രക്തം കൊണ്ടാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തത്. അങ്ങനെയാണെങ്കിൽ നിന്റെ വിലയുണ്ടല്ലോ 7 രൂപ 25 പൈസ അല്ല കേട്ടോ. നിന്റെ വില 7 രൂപ 25 പൈസയിലാണോ? ഒരു മനുഷ്യനെ കത്തിച്ച് പിന്നെ പൊടിയാക്കി എടുത്തിട്ട് അതിനെ ഇങ്ങനെ പാർട്ടായിട്ട് മാറ്റി തിരിച്ച് 7 രൂപ 25 പൈസ അങ്ങോട്ടേ ഉള്ളൂ വില. സ്വത്രം. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്തത് കൊണ്ട് നീ മുഴുലോകത്തെക്കാൾ വിലയുള്ളവനാന്ന്.
സ്വത്രം. അതുകൊണ്ട് ആ കുഞ്ഞെ, നിന്നെ ലോകം കാണുമ്പം വേണ്ട വരുന്നടാ പെന്തിക്കോസുകാരൻ, വേണ്ട വരുന്നടാ പെന്തിക്കോസുകാരി, വേണ്ട വരുന്നടാ പ്രാർത്ഥിക്കുന്നവൻ, വേണ്ട വരുന്നടാ പ്രാർത്ഥിക്കുന്നവളെന്ന് പറഞ്ഞ് നിന്നെ കാണുമ്പോൾ മാത്രം ഒരു മുറുമുറുപ്പ്, ഒരു കുശുകുശിപ്പ്. ഓ സ്വത്രം. നീ മനസ്സിലാക്കണം, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തിയില്ലെന്ന്. കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ജീവനുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനല്ല, സ്വർഗീയ ജീവനാ. അത് ക്രിസ്തുവിൻ്റെ അകത്തുനിന്ന് നിന്റെ ഉള്ളിലേക്ക് ഊതി തന്ന ജീവനാ. ആ ജീവൻ നിന്നിലുള്ളിടത്തോളം കാലം നീ ഈ മണ്ണിന്റെ വ്യക്തിയല്ല, വിണ്ണിന്റെ വ്യക്തി. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ലോകം നേടുമ്പോൾ നഷ്ടപ്പെടാത്തത് സ്വർഗം നിനക്ക് തരും. അതാ നിത്യജീവൻ. സ്വത്രം. ആ ജീവൻ നിന്നിൽ ഉള്ളിടത്തോളം കാലം നീ ഈ ലോകത്തിൽ നശിച്ചു പോകത്തില്ല, ലോകത്തിൽ തകർന്നു പോകത്തില്ല. പിശാച് പറയും നീ രക്ഷപ്പെടത്തില്ലെന്ന്, പിശാച് പറയും നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന്, പിശാച് പറയും നീ നന്മ പ്രാപിക്കത്തില്ലെന്ന്, പിശാച് പറയും നീ വാഹനം വാങ്ങത്തില്ലെന്ന്, പിശാച് പറയും നീ വീട് വെക്കത്തില്ലെന്ന്, പിശാച് പറയും നിനക്കൊരു ജോലി കിട്ടത്തില്ലെന്ന്, പിശാച് പറയും നീ ജയിക്കത്തില്ലെന്ന്. എന്നാൽ ഇല്ല 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 എന്ന് പിശാച് 100 കൂട്ടം കാര്യം ലോകത്തിന് മുമ്പിൽ, നിന്റെ മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അല്ലടാ, അവൻ ചോദിക്കാത്തത് കൂടി ഞാൻ അവന് കൊടുക്കും. സ്വത്രം. എൻ്റെ പൈതലിൻ്റെ മേൽ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഒരുത്തനും പൊങ്ങാതെ ഇടവരുത്തത്തില്ല ഞാൻ. സ്വത്രം. എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവനാ നീ പറയും. സ്വത്രം. ഇതാ യേശു കർത്താവ് പറഞ്ഞത്. സ്വത്രം. അതുകൊണ്ട് ഭയപ്പെടരുത് കേട്ടോ. സ്വത്രം. സ്വത്രം. പരീക്ഷിക്കപ്പെടുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, രോഗം വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഇത് ദൈവം തന്നതാണെന്ന് പറയരുത് കേട്ടോ. സ്വന്തം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുകൂടി ചേർത്ത് പറയട്ടെ. ഞാൻ ലോകത്തിൽ ഒരുപാട് കഷ്ടം അനുഭവിച്ചു, ഒരുപാട് നിന്ദയനുഭവിച്ചു, ഒരുപാട് പരിഹസിക്കപ്പെട്ടു, ഒരുപാട് അടികൊണ്ട്, ഒരുപാട് കപ്പൽ ചായത്തിൽ അകപ്പെട്ടു. പക്ഷേ എനിക്കൊരുറപ്പുണ്ട്. സ്തോത്രം. ഞാൻ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. എനിക്കൊരു പ്രത്യാശയുണ്ട്. ഒരു ജീവന്റെ കിരീടം എനിക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്നു. അത് പ്രാപിക്കും കാലം വരെയും ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുവാൻ, ഈ ഭൂമിയിൽ തകർന്നു പോകുവാൻ, ഈ ഭൂമിയിൽ മറ്റുള്ള മുമ്പിൽ തലകുനിച്ച് നടക്കുവാൻ ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ജീവന്റെ കിരീടം പ്രാപിക്കാനായി ഞാൻ ഒരുങ്ങി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങ് സ്വർഗത്തിൽ മാത്രം മതിയോ ഈ അനുഗ്രഹം? സ്വത്രം. പോരാ, പോരാ. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഇങ്ങനെ കാര്യമുണ്ട്. സ്വത്രം. എൻ്റെ നാമനിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ നിലമോ എന്ത് തന്നെ വിട്ടാലും ഈ ലോകത്തിൽ പോരാ, 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 പോരാ. ഈ ലോകത്തിൽ മാത്രം വരുവാനുള്ള ലോകത്തിലും. ബൈബിൾ വായിച്ചാൽ മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, സ്വത്രം, ലൂക്കോസിൻ്റെ സുവിശേഷം ഒക്കെ വായിച്ചാൽ അവിടെയുണ്ട്. സ്വത്രം. ഈ ലോകത്തിൽ 100 മടങ്ങ്. സ്വത്രം. പ്രിയ ദാസച്ചായം പറഞ്ഞല്ലോ, മക്കൾ തള്ളി, സ്വത്രം, കൊച്ചുമക്കൾ തള്ളി, പള്ളിക്കാർ തള്ളി, പട്ടക്കാർ തള്ളി, അതുകൊണ്ട് ഇപ്പം ജീവിക്കാതെ ചത്ത് കിടക്കില്ലയോ? സ്വത്രം. ഇപ്പോഴും പച്ച ജീവനത്തോടെന്ന് പറയും യേശു മതിയെന്ന്. ആ യേശു കൈവിടുമോച്ചാ? ഒരിക്കലുമില്ല കേട്ടോ. അവരുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന് പറയിക്കും, ഇവൻ സേവിച്ച ദൈവം ആ ജീവനുള്ള ദൈവമെന്ന്. സ്വത്രം. പാരമ്പര്യത്തിൻ്റെ ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, ഇന്നും എന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നതും ആരാധിക്കുന്നതും. അതുകൊണ്ട് ആരൊക്കെ തള്ളിയാലും സ്വർഗം അവരുടെ മുന്നിൽ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് പറഞ്ഞതാണ്. സ്വത്രം. ഈ ലോകത്തിൽ തന്നെ അപ്പൻ നിന്നെ വെറുത്തോ, അമ്മ നിന്നെ വെറുത്തോ, മക്കൾ നിന്നെ തള്ളിക്കളഞ്ഞോ, നിന്റെ വസ്തുവകകൾ, നിന്റെ ഓഹരി നിനക്ക് തരാതെ ഇരുന്നിട്ടുണ്ടോ, സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടോ, ബന്ധുമിത്ര ചാർച്ചക്കാർ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും. എന്നിട്ട് അവരവരുടെ നാവ് കൊണ്ട് പറയും, അനുഗ്രഹിക്കപ്പെട്ട, ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് അവനാ.
സ്വത്രം. അതെൻ്റെ മോനച്ഛനാ, അതെൻ്റെ യോനച്ഛനാ, അതെൻ്റെ മേരിക്കുട്ടിയാ, അതെൻ്റെ അന്നമ്മയാ. സ്വത്രം കുഞ്ഞെ, നീ പരിഹസിക്കപ്പെട്ട് നീ തലകുനിച്ച് ലോകരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നടന്ന നാളുകളിൽ കണക്ക് സ്വർഗം എഴുതി വെക്കുന്നുണ്ട്. വചനം പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ എൻ്റെ തുരുത്തിയിൽ പകർന്നു വച്ചിരിക്കുന്നു. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകരുടെ മുമ്പിൽ നീ ഒരു ചോദ്യചിഹ്നമായി മാറുന്നുവെന്ന് ഒരു പക്ഷെ നിനക്ക് തോന്നും. ആരും എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയൊന്നറിഞ്ഞ്, എൻ്റെ ഭവനത്തിൻ്റെ ശൂന്യതയൊന്ന് കണ്ട്, എൻ്റെ ആരോഗ്യസ്ഥിതിയുടെ ബലഹീനതയൊന്ന് കണ്ട് ആരും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനില്ലല്ലോ എന്ന് നീ പറയുമ്പോൾ, നിന്നെ അറിയുന്ന സ്വർഗത്തിൽ ഞാൻ പറയാ, മോനെ, നീ വീണു പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞെ, നീ തളർന്നു പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും വീഴാതെ നിന്നെ അന്ത്യത്തോളം കരം പിടിച്ച് നടത്തുവാൻ ഞാൻ മതിയായ ദൈവമേ നിന്നെ എൻ്റെ കരത്തിൽ തരിക. സ്വത്രം. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഈ വിശുദ്ധ തിരുവെഴുത്ത് ചുമന്നുകൊണ്ട് ദേശത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നീ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നെങ്കിൽ, നീ ആലയത്തിൽ പോയി ഒരു 10 മിനിറ്റ് ദൈവമക്കളോട് ചേർന്ന്, ദൈവദാസനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, നീ തോറ്റു പോകത്തില്ല. നിന്റെ മുമ്പും പിൻപും ഒരുപാട് പേര് ഈ പകൽക്കാലം വീണില്ലേ? ഇന്നലെ കണ്ട് ബൈ പറഞ്ഞു പോയവർ ഇന്ന് പകൽക്കാലം ബൈ പറയാനില്ലാതെ ശവപ്പെട്ടിക്കകത്ത് കയറിയപ്പോൾ സ്തോത്രം. ഇന്നലെ കണ്ടവർ, നമുക്ക് രാവിലെ കൂടാമെന്ന് പറഞ്ഞു പോയവർ കൂടാൻ കഴിയാതെ ICUവിൽ ഇന്ന് പകൽക്കാലം ജീവന് വേണ്ടി പോരാടുമ്പോൾ നീയും ഞാനും ഈ പകൽക്കാലം ജീവനോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയുമോ? ദൈവം ചെയ്തൊരു വാഗ്ദത്തമുണ്ട്. നീ ഒരു നാളും ലോകരുടെ മുമ്പിൽ ഒരു പരസ്യക്കൊലമാകുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ കഷ്ടത ഞാൻ മാറ്റും, നിന്റെ കണ്ണുനീര് തുടയ്ക്കും, നിന്റെ രോഗത്തിന് ശമനം വരും, നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല എന്ന് സ്വർഗം പറഞ്ഞെങ്കിൽ അത് പ്രാപിക്കുന്ന നാൾ വരെയും ആർക്കും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ നിന്റെ കൂട്ടാളിയോ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. കാരണം എൻ്റെ അപ്പച്ചൻ ഫോഷ്ക്ക് പറയത്തില്ല. സ്വത്രം. എൻ്റെ അപ്പച്ചൻ ഫോഷ്ക്ക് പറയത്തില്ല. ഒരുപക്ഷെ ഞാൻ പറയും, പക്ഷെ എൻ്റെ അപ്പച്ചൻ പറയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയും, പക്ഷെ എൻ്റെ അപ്പച്ചൻ പറയത്തില്ല. കാരണം എൻ്റെ അപ്പച്ചനത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അപ്പച്ചൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, അതെല്ലാം നമുക്ക് തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്ന അവിശ്വാസം. 2 മിനിറ്റും കൂടെ ആ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് കറക്റ്റ് ടൈമിന് മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് അവിശ്വാസം? സാഹചര്യങ്ങളെ നോക്കുക. സ്വത്രം. സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറയുക, അവർക്കൊക്കെ അതിനുള്ള കഴിവുണ്ട്, അവർക്കതിനുള്ള ആൾബലമുണ്ട്, അവർക്കതിനുള്ള പണമുണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ അത് ലഭിക്കും. ഞാനോ എനിക്കോ സ്വത്രം ഒന്നുമില്ല. എന്നെ സഹായിക്കാൻ എൻ്റെ കൂട്ടുകാരില്ല, എൻ്റെ കുടുംബക്കാരില്ല, എൻ്റെ വീട്ടുകാരില്ല. സ്വത്രം. അതുകൊണ്ട് ഞാൻ തോറ്റു പോകത്തേ ഉള്ളൂ. കുഞ്ഞെ, സാഹചര്യം എന്ത് തന്നെ ആയാലും എൻ്റെ കർത്താവ് സാഹചര്യങ്ങൾക്ക് അപ്പുറത്താണ് ഒരു കാര്യം പറഞ്ഞത്, ഭയപ്പെടേണ്ടെന്ന്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. സ്വത്രം. സാഹചര്യങ്ങൾക്ക് അപ്പുറത്താണ് കർത്താവ് പറഞ്ഞത്. വിശ്വസിക്കാൻ കഴിയുമോ? സ്വത്രം. തൊട്ടടുത്ത സെക്കൻഡിൽ താൻ ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് ക്രിസ്തുവിനറിയാം. അവിടെ കൂടിയിരുന്ന ജനം മുഴുവനും ക്രിസ്തുവിനെതിരായി മാറി. സ്വത്രം. എന്നാൽ ആ രാത്രിയിൽ സർവശക്തനായ ദൈവം രാജാവിൻ്റെ ഭാര്യയുടെ അടുക്കൽ ഇറങ്ങി. പിലാത്തോസിനോട് പറഞ്ഞു, അച്ചയ, അവൻ നീതിമാനാ. അച്ചയ, അവനെ ശിക്ഷ വിധിച്ച് നിങ്ങൾ ആ കുറ്റം ചുമലേൽക്കാനിടയാവില്ലേ? ദൈവകോപം വരുന്നതിന് മുമ്പ് വിട്ടുകളാ. സ്വത്രം. പിലാത്തോസ് കൈ കഴുകി, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ നീതിമാനാ, ഇതാ അവൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുകയാണ്, ഇവനിലൊരു കുറ്റവുമില്ല. യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് യേശു മറുപടി നൽകിയത് എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്വത്രം. എന്നെപ്പോലെ മറ്റൊരുവനില്ല. എന്നിൽ നിന്ന് വന്നത് നിന്റെ നിത്യജീവന് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ എന്നിലൂടെ അല്ലാതെ നിനക്കൊരു ജീവനില്ലെന്ന കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം. സ്വത്രം.
സ്വത്രം. പീലാത്തോസ് കൈ കഴുകുമ്പോൾ സ്വത്രം ജനമെല്ലാം ആർത്തട്ടഹസിച്ചതെന്തുവാ? അവനെ ക്രൂശിക്ക. സ്വത്രം. കുഞ്ഞേ, നിന്നെക്കുറിച്ചും ഇത് തന്നെ ലോകം പറയത്തുള്ളൂ. കാരണം നീ കൊലപാതകം ചെയ്തിട്ടല്ല. സ്വത്രം. നീ ലോകത്തിൽ ആർക്കും ഒരു ദോഷം ചെയ്ത വ്യക്തിയല്ല. അതെല്ലാ ദോഷങ്ങളെല്ലാം വിട്ട് തിരിഞ്ഞിട്ട് യേശു മാത്രം മതി. ഇനി എനിക്ക് ലോകത്തിൻ്റെ ഒരു നന്മയും വേണ്ട, യേശു തരുന്നത് മതി എന്ന് പറഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് രാവും പകലും കണ്ണുനീരോടെ ദൈവത്തിലേക്ക് ഒരു കരഞ്ഞും വിളിച്ചും പ്രാർത്ഥിച്ചും നീ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആർക്ക് സഹിക്കുന്നില്ലെന്നറിയാമോ? പിശാചിന് സഹിക്കുന്നില്ല. പിശാച് പറയുക, ഇവൻ ഇനി മുൻപോട്ട് പോയാൽ അവൻ എൻ്റെ തല തകർക്കും. ഇനി ഇവനെ മുമ്പോട്ട് വിട്ടാൽ അവൻ എൻ്റെ കോട്ടയെ പൊളിക്കും. അതിനു മുമ്പ് അവനെ ഒതുക്കണം. ഒതുക്കിയില്ലേ? സ്വത്രം. ഒതുക്കി. 3 കാരിരുമ്പാണികളാൽ 2 കള്ളന്മാരുടെ നടുവിൽ സ്വത്രം അവനെ ഒതുക്കി. സ്വത്രം. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു മരിക്കുമ്പോൾ സ്വത്രം അപ്പുറത്തും ഇപ്പുറത്തും കിടന്നവർ സ്വത്രം അവനെ കളിയാക്കി. സ്വത്രം. ഏലി ഏലി ലമാ സബക്താനി എന്ന് യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് വിളിക്കുമ്പോൾ താഴെ നിന്നോ പറഞ്ഞ് അവനതാ ഏലിയാവിനെ വിളിക്കുന്നു. ഏലിയാവ് വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് നോക്കാം. രക്ഷിപ്പാൻ ആരും വന്നില്ല. സ്തോത്രം. സ്വന്തം ചുമലിൽ തല ചായ്ച്ച് യേശു കർത്താവ് പ്രാണനെ വിടുമ്പോൾ സ്വർഗത്തിന് പോലും സഹിച്ചില്ല. തൻ്റെ പിതാവ് കണ്ണടച്ചു. സ്വത്രം. തൻ്റെ മകൻ തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു. തീർന്നടാ എല്ലാം, ഇനി അവനില്ല. നിന്നെക്കുറിച്ചും പറഞ്ഞതല്ലേ, ഇനി അവൻ ജയിക്കത്തില്ല, ഇനി അവൻ രക്ഷപ്പെടത്തില്ല. അവൻ്റെ കൂടെയുള്ളവരെല്ലാവരും പോയി, അവനെല്ലാവരെയും വിട്ടേച്ചു പോയി. അവനിപ്പോൾ കടക്കാടമില്ല. സ്വത്രം. അവൻ്റെ കൂട്ടാളികളില്ല. അവനിപ്പോൾ 10 പൈസയില്ല. അവൻ തെണ്ടുവടാ, അവൻ തെണ്ടി നടക്കുവടാ, അവൾ തെണ്ടി നടക്കുവടാ. അവിടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ലടാ. ഇതാര് പറയുന്നതെന്നറിയുമോ? പിശാച് പറയും. ഇത് കേൾക്കുമ്പോൾ കുഞ്ഞ് നീ പേടിക്കല്ലേ. സ്വത്രം. കർത്താവ് പറഞ്ഞു, പരീക്ഷ വരുമ്പോൾ നീ പേടിക്കല്ലേ, കാരണം പരീക്ഷ ജയിച്ച് ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ നിന്നില്ല, നീ അവൻ്റെ തല തകർക്കും. സ്വത്രം. സ്വത്രം. കർത്താവിനെ കുറിച്ചൊന്ന് കല്ലറ വെച്ചു. സ്വത്രം. അപ്പോഴാണ് പിയായി അവനോട് പറഞ്ഞിട്ടാ, ഇവൻ 3-ാം നാൾ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വത്രം. ഇവൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥത നഷ്ടപ്പെട്ടു. സ്വത്രം. ഇതാ നീ എവിടെ പോയാലും നിനക്ക് പുറകെ അവനുണ്ടാവും. സ്വത്രം. കാരണം നിൻ്റെ നന്മ എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്. ഇല്ല കുഞ്ഞെ, അവൻ ഒരു വഴി അടച്ചാൽ 9 വഴി എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുമെന്ന് അങ്ങ് ആത്മാർത്ഥതയോടെ വിശ്വസിക്കേ. അപ്പച്ചൻ തരുമെന്നോ, അമ്മച്ചി തരുമെന്നോ, പാസ്റ്റർ തരുമെന്നോ, വിശ്വാസി തരുമെന്നല്ല വിശ്വസിക്കേണ്ടത്, ദൈവം തരുമെന്ന് വിശ്വസിക്കണം. ഒരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ പറയണം. നിന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ പറയാം, എടാ നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടുണ്ട്. എടി നമ്മൾ എന്ത് ചെയ്യും? മോളെ കരയണ്ട, കർത്താവ് നമ്മുടെ കൂടുണ്ട്. സ്വത്രം. അയ്യോ നാളെ അത് കൊടുക്കണം മോനെ, നാളെ സമയത്ത് ദൈവം തരുവടാ. ചുമ്മാതെ പറയുന്നേ. നീ ആരാ? നിന്റെ നാവ് എന്തിനു വേണ്ടിയാണ് ക്രൂശിച്ചത്? ദൈവത്തിൻ്റെ മഹത്വം പറയാനല്ലേ? അങ്ങനെ നിന്റെ നാവിൽ നിന്ന് വരുന്ന സ്വർഗം പ്രവൃത്തിയായി വെളിപ്പെടുത്തുന്നേ. നമ്മൾ ഈ ഇടത്തും വലത്തും നോക്കല്ലേ കേട്ടോ. സ്വന്തം പോക്കറ്റിൽ നോക്കരുത്, ഉള്ള ദൈവത്തിൻ്റെ മുഖത്ത് നോക്കണം. യേശുപ്പാ എനിക്ക് തരണേ എന്ന് പറയണം. എനിക്ക് തരണയപ്പാ എന്നൊന്ന് പറഞ്ഞു നോക്ക്. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് തരും. സ്വത്രം. പിശാച് പറയുക അവൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വത്രം. എന്നാൽ പിന്നെ അവനെ എഴുന്നേറ്റാലും പുറത്തു വരാതെ അതിനകത്ത് ശ്വാസം മുട്ടിച്ചാവണം. മനുഷ്യൻ്റെ ചിന്തകൾ ഇതാണെന്നേ. സ്വത്രം. പക്ഷെ നിന്നെ വിളിച്ചതും നീ തിരഞ്ഞെടുത്ത ദൈവത്തെയാണ്, നിന്നെ വിളിച്ച ദൈവമാണ് എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഒന്നിനും നിന്നെ ബന്ധിച്ചു വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു കാര്യത്തിനും നിന്നെ തടയാൻ പറ്റത്തില്ല. കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരും. സ്വത്രം. രാത്രിയുടെ 4-ാം യാമത്തിൽ സ്വത്രം. കല്ലറ കാത്തു കിടന്നവൻ പോലും കാണുമാറ് കേൾക്കുമാറ് ഒരു കുലുക്കമുണ്ടായി, ഒരിളക്കമുണ്ടായി, ചങ്ങല പൊട്ടി. യേശു പുറത്ത് വന്നിട്ട് പറഞ്ഞു, പിശാചേ എൻ്റെ കുഞ്ഞിനെ നീ ഇതുപോലല്ലേ ബന്ധിച്ചത്? ഇനി അവനെ തൊടാൻ നിനക്ക് കഴിയത്തില്ല. ഇനി അവൻ നിന്റെ തല തകർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ നീ കൽപ്പിച്ചാൽ എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ ഭൂതമാണെങ്കിലും, എത്ര വലിയ പൈശാചിക ബന്ധനമാണെങ്കിലും നീ ശാസിച്ചാൽ, നീ പറഞ്ഞാൽ അവ തകർന്നു വീഴും. നീ ജയിക്കും. നിന്റെ കർത്താവ് നിന്റെ തല ഉയർത്തി മാനിക്കും.
ആ കർത്താവിനോട് കൂടെ നിൽക്കാം, ആ കർത്താവിൻ്റെ കാര്യത്തെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ഈ വചനമുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.